നോമ്പ് 3-ാം വ്യാഴം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. യഥാർത്ഥ ശിഷ്യനാവുക. യേശുവിനെക്കുറിച്ച് യാതൊരു അനുഭവമില്ലെങ്കിലും അവനെക്കുറിച്ച് ഏറെ വാചാലമായി സംസാരിക്കുന്നവരാണ് നാം. യേശുവിൻ്റെ ദൈവമഹത്വത്തെക്കുറിച്ച് യാതൊരു ബോധ്യമില്ലെങ്കിലും കർത്താവേ കർത്താവേ എന്നും ഹല്ലേലൂയ വിളികൾക്കും യാതൊരു പഞ്ഞവുമില്ല. പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകർ, ഉള്ളുകൊണ്ട് കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണവർ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 15-ാം വാക്യം. അതിനാൽ കേൾക്കുന്നത് പ്രവർത്തിക്കുന്നവരാകുക. യേശുവചനങ്ങൾ പ്രാവർത്തികമാക്കുന്നവരാണ് ക്രിസ്ത്യാനി എന്ന പേര് അന്വർത്ഥമാക്കുന്നവർ. ഇന്നത്തെ വായനയിൽ 22-ാമത്തെ വചനത്തിൽ നിന്റെ നാമത്തിൽ എന്ന് 3 പ്രാവശ്യം വിശ്വാസി ഏറ്റുപറയുന്നതായി നാം കാണുന്നുണ്ട്. എങ്ങനെയെങ്കിലും ശ്രദ്ധ പിടിച്ചുപറ്റാനും അനുഗ്രഹത്തിന് എത്ര യോഗ്യതയുണ്ടെന്ന് ബോധ്യപ്പെടുത്താനുമുള്ള തത്രപ്പാടിലാണ്. പക്ഷേ നിന്റെ ഉള്ളിൽ തിരിച്ചറിയുന്ന കർത്താവിനെ കബളിപ്പിക്കാൻ ആരാലും സാധ്യമല്ല. എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങൾ കർത്താവ് അറിയുന്നു. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 24-ാം വാക്യം.